നമ്മുടെ തമിഴ്നാട്ടിലെ കോവിലിൽ ലാസ്റ്റ് തിരുവിളാണ് കേട്ടോ ഇന്ന്. അപ്പോൾ ലാസ്റ്റ് ദിവസം ആയതുകൊണ്ട് ഞാൻ സാരിയെ കൊടുത്താണ് പോകുന്നത്. എനിക്ക് സാരിയൊന്നും എടുക്കാൻ അറിയത്തില്ല കേട്ടോ. ഞാൻ ടോപ്പിടാനാണ് ഇരുന്നത്. അപ്പോഴത്തേക്കും നാത്തൂനും പിന്നെ അനിയൻ്റെ ഭാര്യയൊക്കെ സാരി ഉടുപ്പിച്ച് തന്നു കേട്ടോ. അപ്പോൾ കുറേ നാളുകൂടി സാരി ഉടുത്തതിൻ്റെ ജാടയൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് ഞാനിങ്ങനെ വീഡിയോ കുറച്ച് നേരമൊക്കെ പിടിച്ചത് കേട്ടോ. അപ്പോൾ ഒരുപാട് നാളായി നിറയെ സാരി ഇരിക്കുന്നു. കല്യാണത്തിന് എടുത്തതും അല്ലാതെയും വിരുന്നിനൊക്കെ പോയപ്പോൾ കിട്ടിയ സാരികളൊക്കെ നിറയെ ഇരിക്കുന്നു. പക്ഷേ ഉടുക്കാൻ അറിഞ്ഞുകൂടാത്തതുകൊണ്ട് അങ്ങനെ കണ്ട് ഇങ്ങനെ വെച്ചിരിക്കും അലമാരയിൽ കേട്ടോ. ഫുള്ളും ടോപ്പാണ് മേടിക്കുന്നത്, അതല്ലേ എളുപ്പം. അപ്പോൾ നമ്മുടെ അമ്പലമെന്ന് വെച്ചാൽ ഞങ്ങളുടെ ആ താഴോട്ട് ഇറങ്ങുന്നതിൻ്റെ വയൽ കഴിഞ്ഞ് അപ്പുറത്ത് ചെല്ലുമ്പോഴത്തേക്കും ദേ ഈ കുന്ന കഴിഞ്ഞ് വല്ലപ്പോൾ ഒരു അരുവിയുണ്ട്. ആ ഒരു പുഴ കടന്ന് ചെല്ലുന്നത് അമ്പലമാണ് കേട്ടോ. പക്ഷേ ചുറ്റി പോവുകയാണെങ്കിൽ നല്ല ദൂരമുണ്ട്, ബൈക്കിൽ പോകണം. അങ്ങനെ അപ്പോൾ ഞാൻ ഒറ്റയ്ക്കാണ് പോകുന്നത്. ബാക്കി എല്ലാവരും എൻ്റെ ജിത്തൂട്ടനെ അബിക്കുട്ടനെ എല്ലാവരും കൊണ്ട് ഓട്ടോയിലങ്ങ് പോയി കേട്ടോ. ഞാനാണെങ്കിൽ ഇത്തിരി മേക്കപ്പൊക്കെ സാരി എടുത്തുകൊണ്ട് ചെറിയ മേക്കപ്പൊക്കെ ചെയ്തപ്പോഴത്തേക്ക് ലേറ്റായിപ്പോയി. പിന്നെ വലിയ മേക്കപ്പൊന്നും ഇല്ല കേട്ടോ. 1 മണി കഴിഞ്ഞു കേട്ടോ ഞാൻ ചെന്നപ്പോൾ. ബാക്കി എല്ലാവരും നേരത്തെ പോയി. അപ്പോൾ ചെന്നപ്പം വില്ലടിച്ചാമ്പാട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മളെ എന്താ പറയുക, ഇവിടെ ഈ ഉത്സവത്തിന് വില്ലടിച്ചാമ്പാട്ടും പിന്നെ തുള്ളലും ഒക്കെയാണ് പ്രധാനം കേട്ടോ. അപ്പോൾ ഈ തുള്ളുന്നവരൊക്കെ നമ്മുടെ കയ്യിൽ കൈക്കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചോദിച്ചിട്ട് മേടിച്ച് കയ്യിലെടുത്ത് വെച്ചിട്ട് തുള്ളും കേട്ടോ. അപ്പോൾ ചില കൊച്ചുങ്ങൾ നല്ല കരച്ചിലായിരിക്കും. അപ്പോൾ അങ്ങനെ ഇത് ഇപ്പം ഞാൻ ചെന്നപ്പോൾ ഒരു കുഞ്ഞിനെ കയ്യിലെടുത്ത് വെച്ചിട്ട് തുള്ളുവാണ്. അപ്പോൾ ദേവിയുടെ ഇതെന്താണ് എനിക്കറിയത്തില്ല, അത് ശരീരത്തിൽ കയറിയാണ് തുള്ളുന്നതൊക്കെ പറയുന്നത്. അപ്പോൾ നമ്മുടെ കേരളത്തിലെ പോലെ ഒന്നും അല്ല ഇവിടെ. കേരളത്തിലാണെങ്കിൽ ഉത്സവത്തിന് നല്ല എന്താ പറയുക പരിപാടികളും ആനയമ്പരിയെല്ലാം അല്ലേ. അപ്പോൾ ഇവിടെ എല്ലാം ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു ക്ഷേത്രങ്ങളൊക്കെ ഇങ്ങനെയാണ്, തുള്ളലും ഇങ്ങനെ പഴയ രീതിയിലുള്ള കലാപരിപാടികളൊക്കെയാണ് കേട്ടോ. നമ്മുടെ കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ നിന്ന് ഒരുപാട് വ്യത്യാസമാണ് കേട്ടോ നമ്മുടെ തമിഴ്നാട്ടിലെ ക്ഷേത്രങ്ങളിലെ പരിപാടികൾ. പിന്നെ ജിത്തൂട്ടനെ ഞാൻ പോയി എടുത്തിട്ട് ഞങ്ങളവിടെ നിന്ന് തുള്ളൽ കണ്ടോണ്ടിരുന്നപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് ജിത്തൂട്ടനെ മേടിച്ചോണ്ട് പോയിട്ട് ആരെങ്കിലും പോവാത്ത ജിത്തൂട്ടനെ, ആരെടുത്താലും കരയുന്ന ജിത്തൂട്ടൻ അവരെടുത്തിട്ട് ഒരു കരച്ചിലില്ല, ഒരു കുഴപ്പമില്ലാതെ അവരുടെ കയ്യിൽ തന്നെ ഇരുന്നു കേട്ടോ. അവർ നല്ലവണ്ണിട്ട് ആട്ടിയാട്ടി തുള്ളിത്തുള്ളി നടക്കുവാണ്. എനിക്കൊരു ഭയം ഉണ്ടായിരുന്നു നല്ല വിളിക്കുമെന്ന്. പക്ഷേ ജിത്തൂട്ടനാണെങ്കിൽ മിണ്ടാതെ ശ്വാസം പിടിച്ച് അവരുടെ കയ്യിൽ തന്നെ ഇരിക്കണം കേട്ടോ. അത് കഴിഞ്ഞിട്ട് ജിത്തൂട്ടനെ ഞാൻ അമ്മയുടെ കൊടുത്തിട്ട് ചോറ് കഴിക്കുവാണ് കേട്ടോ. അപ്പോൾ ലാസ്റ്റ് അടപ്പായസം കൂട്ടി നല്ലൊരു സദ്യ കഴിച്ചു. അത് കഴിഞ്ഞ് ഞങ്ങൾ പെട്ടെന്ന് തന്നെ ഞാൻ മക്കളെ കൊണ്ട് ഇനി വീട്ടിൽ പോയിരുന്നു. അമ്മയും അച്ഛനൊക്കെ ലേറ്റായിട്ടാണ് വീട്ടിൽ വന്നത് കേട്ടോ. അപ്പോൾ വീട്ടിൽ വന്നപ്പോഴത്തെ ഒരു കൊറിയർ വന്ന് കിടന്നു കേട്ടോ. അങ്ങനെ ഞാൻ വന്നതും ഒരു 7 മണിയൊക്കെ ആയപ്പോൾ കൊറിയർ വന്നു. കൊറിയറുകാർ കൊണ്ട് വന്നിട്ട് അങ്ങ് പോയി. അപ്പം മേടിച്ചിട്ട് ഞങ്ങളിങ്ങനെ ഇറയത്ത് ഇങ്ങനെ ഇരിക്കുവാണ് ഞാനും ജിത്തൂട്ടനും. കൊറിയർ വേറൊന്നുമല്ല, ജിത്തൂട്ടിന് കുറച്ച് പാൻറ്റ് ഞാൻ ഓർഡർ ചെയ്തായിരുന്നു കേട്ടോ. അത് വന്നതാണ് മീഷോയിൽ നിന്ന്. പല ടൈപ്പിലുള്ള ബനിയൻ ടൈപ്പ് പാൻറ്റാണ്, റേറ്റ് കുറഞ്ഞതാണ്, വീട്ടിൽ ഇടാൻ പറ്റിയ ടൈപ്പ് പാൻറ്റാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയുള്ളൂ. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണം. പിന്നെ എല്ലാവർക്കും നല്ല ദിവസം നേർന്നുകൊണ്ട് നിർത്തുന്നു. ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് കാണും വരേക്കും. താങ്ക് യു.